കേരളം നിയമസഭാ ഗോതയിലേക്ക് നേരിട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നണികളെല്ലാം നേരിട്ട് ശക്തമായ നിർണായകമായ സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കേരളം രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കൂടിയാണ്. ഇവിടെ രാഷ്ട്രീയ കേരളം വരാനിരിക്കുന്ന വിധിയെഴുത്തിനെ ശ്വാസം അടക്കി പിടിച്ച് ഒറ്റ നോക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒന്ന് ആഴത്തിൽ കടന്നു പോകേണ്ട സാഹചര്യമാണ് എന്നാണ് നാം ഇവിടെ കരുതുന്നത്. ഓരോ ദിവസവും ഓരോ മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ ഒന്നിലധികം മണ്ഡലങ്ങളുടെ നമുക്ക് സഞ്ചരിക്കാമെന്നാണ് കരുതുന്നത്. ഓരോ വീഡിയോയിലും ഓരോ മണ്ഡലം എന്ന നിലയിലാണ് ഈ പരമ്പര നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ദിവസങ്ങളും ഈ സെഗ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ മണ്ഡലങ്ങളിലെ കഥകളും കാഴ്ചകളുമായിരിക്കും നാം പറയാൻ പോകുന്നത്. ഓരോ മണ്ഡലത്തിലെയും സാഹചര്യവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ പരമ്പര പോകുന്നത്. ജനുവരി 2026 എന്നുള്ള സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഓരോ മണ്ഡലങ്ങളിലും എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ തന്നെ അവിടെ മാറി വരുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളുടെയും ആദ്യം കടന്നു പോകാമെന്നാണ് കരുതുന്നത്. മുന്നണികളിൽ ഏറ്റവും വലിയ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ഷുവർ സീറ്റുകൾ എന്ന് ഉറപ്പിച്ച് പറയുന്ന മണ്ഡലങ്ങളെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തിലെ മുഴുവൻ ശ്രദ്ധയിലേക്കും ഓരോ നിമിഷവും കടന്നു വരുന്നതുമായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ യാത്ര തുടങ്ങുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ കുറിച്ചാണ്. ഇന്നിപ്പോഴാ നാം എന്ന് പറയാൻ പോകുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സങ്കീർണമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യതകൾ ആരൊക്കെയാകും ഇത്തവണ അംഗത്തട്ടിൽ ഉണ്ടാവുക എന്നതടക്കമുള്ള സമഗ്രമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലം നിലവിൽ കുറേയധികം വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും കോലാഹലങ്ങളും ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ തന്നെ അതിൽ സാധ്യതകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർണായകമായി പരിഗണിക്കുന്ന ഒരു സാധ്യത കൂടി പാടെ മാറുകയാണ്. അതായത് നിലവിൽ ആരൊക്കെയാണോ സ്ഥാനാർത്ഥികളെ വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണോ വരുമെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നത്, അതെല്ലാം മാറി ഇപ്പോഴത്തെ പുതിയ പേരുകൾ കേൾക്കുന്നു. അതിൽ പ്രധാനമായും 2 പേരുകളാണ് ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് സജീവമായി ഉയർന്നു വരുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഈ സാഹചര്യത്തിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യമാണ് ഈ വിവാദങ്ങളുടെയും അതുപോലെ കോലാഹലങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം 18 ദിവസത്തോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യം നിൽക്കുമ്പോൾ പാലക്കാട് വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന് യാതൊരു ധാരണയും ഉണ്ടാകില്ല. എന്തായാലും വരാൻ സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി അഭിമതനായ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഒരുപോലെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമെന്ന വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം കരുതുന്നത്. കാരണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി ഇഷ്ടമുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മതമുള്ള ഒരാളായിരിക്കും അവിടെ പരിഗണിക്കുക എന്നുള്ള ചർച്ചകളും വളരെ തരത്തിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട്. ഈ ചർച്ചകൾ ഏറ്റവും കൂടുതൽ മുൻഗണന ലഭിക്കുന്ന പേര് കണ്ണൻ ഗോപിനാഥൻ IAS കൂടിയാണ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി കടന്നു വരുന്നത്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ ശക്തമായ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുമുണ്ട്. പ്രത്യേകിച്ചും മെട്രോമാൻ ശ്രീധരൻ ആ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത വലിയൊരു മുന്നേറ്റവും അദ്ദേഹം സമാഹരിച്ച വോട്ടുകളും കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൻ ഗോപിനാഥനെ പോലൊരു വ്യക്തിയെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ഒരു പ്രത്യേക വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് കൂടി നമുക്കിവിടെ നിസ്സംശയം പറയേണ്ടി വരും. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി മത്സരിച്ച് ജയിച്ച ഒരു സീറ്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ഈ സീറ്റിന്മേൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. അവിടെ നാം ആലോചിക്കുന്നത് നോക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പൻച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന് ഈ സീറ്റിൽ വലിയ കണ്ണുമുണ്ട്. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സന്ദീപ് വാര്യരുടെ പേരും പാലക്കാട്ടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോഴും സജീവമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്, ഉയർന്നു കേൾക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ ജയഘോഷ് വാര്യർക്കോ കണ്ണൻ ഗോപിനാഥനാണ് നിലവിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലം ഇത്തവണ ഇതിൽ 4 പേരിൽ ഏതെങ്കിലും ഒരാളാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 18,724 വോട്ടെന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരുന്നത് നമ്മളുടെ ഓർക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് ഷാഫി പറമ്പിൽ നേടിയ 17,483 വോട്ടുകൾ എന്ന റെക്കോർഡും മറികടന്നുകൊണ്ട് അന്ന് ചരിത്ര വിജയത്തിലേക്ക് രാഹുൽ എത്തിയത്. അങ്ങനെയെങ്കിലും നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ റിസ്ക് എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിജയ സാധ്യത എന്ന് പറയുമ്പോൾ
ഷാഫി പറമ്പിൽ തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം അത് 99% ഷുവർ സീറ്റാണ് എന്നത്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ തന്നെ തികച്ചും പുതിയ മുഖങ്ങളെ തേടുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കരുതുന്നത് ഡോക്ടർ പി സരിൻ തന്നെ അവിടെ മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ്. കാരണം സരിൻ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്താണ് മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ ഒറ്റപ്പാലത്തേക്ക് സരിനെ തിരിച്ചു കൊണ്ടുവരാൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ CPM കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ തവണ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിക്കുമ്പോഴും സരിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് തന്നെ സരിനെ തന്റെ കഴിവും കരുത്തും തെളിയിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാണ് CPM നേതൃത്വത്തിനും താല്പര്യമുള്ളത്. അങ്ങനെയെങ്കിൽ CPM സംബന്ധിച്ച് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ സരിൻ തന്നെ മത്സരിക്കാനാണ് സാധ്യതയുള്ളത്. ഇതിനു പുറമെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പേരുകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുമുണ്ട്. പക്ഷേ അതിലൊന്നും വലിയൊരു വിജയ സാധ്യത നമുക്ക് നിലവിൽ കൽപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കാണാനും കഴിയില്ല. കൂടാതെ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന AV ഗോപിനാഥിനെ ഇനിയൊരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുമെന്നുള്ള ചർച്ചകളും രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്, നടക്കുന്നുമുണ്ട്. BJP ക്യാമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ K സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരും അവിടെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് ശിവന്റെ പേരും ചർച്ചകളിൽ വരുന്നുമുണ്ട്. BJP സംബന്ധിച്ചും വിജയ സാധ്യത ഏറ്റവും കൂടുതലുണ്ടെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ C കൃഷ്ണകുമാറാണ് അവിടെ BJPക്കായി മത്സരിച്ചത്. പക്ഷേ കൃഷ്ണകുമാർ ഇത്തവണ മലമ്പുഴയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ സാക്ഷാൽ K സുരേന്ദ്രൻ തന്നെ പാലക്കാടേക്ക് വന്ന് മത്സരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ അതല്ലെങ്കിൽ പാലക്കാടോ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. BJPക്ക് വലിയ വോട്ട് വീതമുള്ള നഗരസഭ കൂടി ഉൾപ്പെടുന്നതിനാൽ അവർ വലിയ കരുത്തോടെയാണ് ഈ മണ്ഡലത്തെ കാണുന്നതും അവർ ഇതിനെ ഉറ്റുനോക്കുന്നതും. പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് സോഷ്യലിസ്റ്റുകളുടേത് കൂടിയായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CM സുന്ദരം അവിടെ തുടർച്ചയായി 5 തവണ വിജയിച്ച അതികായനായ നേതാവാണ്. എന്നാൽ 1996 CPM TK നൗഷാദിനോട് അദ്ദേഹം അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. പിന്നീട് 2001 K ശങ്കരനാരായണൻ UDF-നായി ആ സീറ്റ് ജയിച്ചു. 2006 KK ദിവാറിലൂടെ CPM മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും 2011 ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് അവതരിച്ചതോടെ പാലക്കാട് കോൺഗ്രസിന്റെ അജയ്യമായ ഷുവർ സീറ്റായി മാറുകയും ചെയ്തു. 2008 മണ്ഡലം പുനർനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ പുനർനിർണയത്തിലൂടെ അതിനുശേഷം നടന്ന 4 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചു വന്ന മണ്ഡലം എന്ന നിലയിലും അവർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ മണ്ണിലുള്ളത്. പാലക്കാട്ടെ ഓരോ വോട്ടും ഓരോ ചലനവും കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ അന്തിമ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകുമെന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ വലിയ ശ്രദ്ധാകേന്ദ്രം കൂടിയാണ്. കണ്ണൻ ഗോപിനാഥൻ വരുമോ, അതല്ല ഇനി ജയഘോഷ് വരുമോ, അതോ ഇനി സന്ദീപ് വാര്യർക്ക് നറുക്ക് വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടത് കൂടിയാണ്. അവിടുത്തെ ഈ സ്ഥാനാർത്ഥി ഇനത്തിൽ അതിനുശേഷമാണ് നമുക്ക് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ വ്യക്തതയോടെ പോകാനും കഴിയുകയുള്ളൂ. കേരളത്തിലെ മറ്റേത് മണ്ഡലം എടുത്താൽ, അതായത് മറ്റ് 149 മണ്ഡലങ്ങളുടെയും വരും ദിവസങ്ങളിൽ ഈ വീഡിയോകളിൽ കടന്നു പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വീഡിയോയിലെ വലിയേറിയ അഭിപ്രായങ്ങളും അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കമന്റുകളായി അറിയിക്കുകയും വേണം. വരും ദിവസങ്ങളിൽ ഈ 140 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളും വിശകലനമായി തന്നെ ചർച്ച ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഏതൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്നു, സ്ഥാനാർത്ഥികൾ ആരൊക്കെ വെട്ടിനിർത്തപ്പെടുന്നു, അതല്ല ഇനി പുതിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി വിശകലനം ചെയ്ത് പോകാവുന്നതാണ്. വരും ദിവസങ്ങളിൽ പുതിയ വാർത്തകളും അതുപോലെ തന്നെ പുതിയ വിശേഷങ്ങളുമായി ഒക്കെ വീണ്ടും കാണാവുന്നതാണ്.